ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതിന് കാരണം ബി.ജെ.പി വിട്ടുപോയ സന്ദീപ് വാര്യർ, ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സന്ദീപ് വാര്യർ സുരേന്ദ്രനോട് ഒരു വെല്ലുവിളി നടത്തി. ധൈര്യമുണ്ടെങ്കിൽ തൃശ്ശൂരിൽ മത്സരിക്കൂ എന്ന്. തൃശ്ശൂരിൽ ഞാനും മത്സരിക്കാം, നമുക്ക് തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കാം എന്നാണ് സന്ദീപ് വാര്യർ നടത്തിയ വെല്ലുവിളി. സുരേന്ദ്രൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഇത് സത്യത്തിൽ ഒരു ശരിയായ നടപടിയാണ്. ബി.ജെ.പി പോലൊരു പാർട്ടിയിൽ ഇങ്ങനെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ, ഏതെങ്കിലും ഒരു പാർട്ടിയിലെ നേതാവ് വെല്ലുവിളിച്ചാൽ ഉടനെ അത് ചാടിക്കേറി അങ്ങ് ഏറ്റെടുത്ത് അവിടെ മത്സരിക്കാം എന്ന് തീരുമാനിക്കുന്നത് ബി.ജെ.പിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച്, ബി.ജെ.പിയുടെ നിയമാവലി അനുസരിച്ച് അത് ശരിയാണോ? അല്ല, ഇത് ആദ്യം മനസ്സിലായത് സന്ദീപ് വാര്യറിനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനു ശേഷം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരിൽ കുഴിച്ച വാരിക്കുഴിയിൽ ഒരു ആന വീണു, ആ ആന ഞാൻ പോയി നോക്കിയപ്പോൾ അത് ഒരു മോഴയാനയായിരുന്നു എന്ന് സന്ദീപ് വാര്യർ പറയുന്ന പശ്ചാത്തലമുണ്ട്. അതാണ് അദ്ദേഹത്തിന് തന്നെ അറിയാം, ഇതൊരു കുഴിയായിരുന്നു, തൃശ്ശൂര് ഉൾപ്പെടെ ചതിയായിരുന്നു. ആ ചതിയിൽ വീഴുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. കാരണം തൃശ്ശൂരുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു നേതാവാണ് കെ. സുരേന്ദ്രൻ. കെ. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള നമുക്കറിയാം, കാസർഗോഡ് കേന്ദ്രീകരിച്ചാണ്. കാസർഗോഡ് അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്നു. ഒരു കാലത്ത് യുവമോർച്ച നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അദ്ദേഹത്തിന്റെ എന്താ പറയണ്ടേ, അദ്ദേഹത്തിന് അവകാശപ്പെട്ടതുപോലെയായിരുന്നു, ആ പ്രവർത്തന മേഖലയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് മത്സരിക്കാൻ കോന്നിയും പത്തനംതിട്ടയും എങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായെന്ന് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. പത്തനംതിട്ടയിൽ ഉണ്ടായ ബി.ജെ.പിയുടെ ഓർത്തു വളർച്ച 2019 പിന്നീട് നടന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പിലും കോന്നി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് ഷെയർ പരിശോധിക്കുമ്പോൾ അറിയാം അവിടെ എത്രത്തോളം ജനങ്ങൾ കെ. സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു എന്നത്. പക്ഷേ കെ. സുരേന്ദ്രനുമായി ഒരു ബന്ധവും ഇല്ലാത്ത തൃശ്ശൂരിലേക്കാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത്. സന്ദീപ് വാര്യറിന് എന്തായാലും ഒരു ബി.ജെ.പിക്കെതിരെ പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരു സീറ്റായിരിക്കും എന്തായാലും കോൺഗ്രസ് നൽകുക. അദ്ദേഹത്തെ എത്തിച്ച് അങ്ങനെ സുഖിപ്പിച്ച് പെട്ടെന്ന് സേഫായി വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസിനില്ല. കാരണം അവിടെ തന്നെ വലിയ താപ്പാനകളുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ വിളിക്കുകയാണ്, ഹൈക്കമാൻഡ് വിളിക്കുകയാണ്, ഒരു മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ CPM-ലോ ബി.ജെ.പിയിലോ ഒന്നോ രണ്ടോ പേർ മുന്നോട്ട് വരും, അല്ലെ? CPM-ൽ എന്തായാലും മുന്നോട്ട് വരില്ല, എല്ലാം പാർട്ടി തീരുമാനിക്കും, അതനുസരിച്ചോണം. അതിൽ നിന്നും വിപരീതമായി സംഭവിച്ചത് VS അച്യുതാനന്ദന്റെ മാത്രമാണ്. പാർട്ടി തീരുമാനിക്കുന്നു, VS അച്യുതാനന്ദന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണ്ടെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ജനങ്ങൾ പുറത്തിറങ്ങി ആ സീറ്റ് വാങ്ങിക്കൊടുക്കുന്നു. പിന്നീട് തീരുമാനിക്കുന്നു VS മുഖ്യമന്ത്രി ആകണ്ട എന്ന തീരുമാനത്തിലെത്തുന്നു. പക്ഷെ ജനങ്ങൾ അതിനെതിരെ രംഗത്ത് വരുന്നു, മുഖ്യമന്ത്രിയാക്കുന്നു. അതിലൊരു VS എന്ന ഒറ്റ പേരിൽ ഒതുങ്ങുകയാണ് കേരള രാഷ്ട്രീയം. അല്ലാതെ നാം പരിശോധിക്കുമ്പോൾ പാർട്ടി തീരുമാനിക്കും, ഇദ്ദേഹം അവര് മറ്റുള്ള അനുസരിക്കും. അതുപോലെ തന്നെയാണ് ബി.ജെ.പിയിലെ നേതാക്കൾ തീരുമാനിക്കും, അവർ അനുസരിക്കും. പക്ഷെ ആ ഗണത്തിൽ വരാത്തൊരു പാർട്ടിയാണ് ഇത്. അപ്പോൾ സന്ദീപ് വാര്യർ ഇവിടെ നിന്ന് അങ്ങോട്ട് സീറ്റുമായി മോഹിച്ചു പോകുമ്പോൾ ഒരു വിജയപ്രതീക്ഷയുള്ള സീറ്റ്, ഉറപ്പായി വിജയിക്കുമെന്ന സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ നിലവിലെ തന്നെ കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഉണ്ട്. കോൺഗ്രസിലെ നേതാക്കളുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളുമായി വരുന്ന INTC-ന്റെ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ, ഒരു വലിയ ടീം തന്നെ അവിടെ ഉണ്ട്. അതിനിടയ്ക്കാണ് സന്ദീപ് വാര്യർ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ ലക്ഷ്യമിടുന്നത് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും. തൃശ്ശൂരിൽ സുരേന്ദ്രനും സന്ദീപ് വാര്യറും തമ്മിൽ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ സുരേന്ദ്രനെ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം എന്തെല്ലാം രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് പോയപ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചു, കാസർഗോഡ് ലോക്സഭയിൽ വോട്ട് വർദ്ധിച്ചു, കോന്നിയിൽ വോട്ട് വർദ്ധിച്ചു, പത്തനംതിട്ടയിൽ വോട്ട് വർദ്ധിച്ചു, വയനാട്ടിൽ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യറും കെ. സുരേന്ദ്രനും തമ്മിൽ മത്സരം ഉണ്ടായെങ്കിൽ ഉറപ്പായി തന്നെ സന്ദീപ് വാര്യർ ഒരു ജില്ലയിലെ സംസ്ഥാന ചുമതലയിലൊക്കെ ബി.ജെ.പിയിലേക്ക് വന്നെങ്കിലും അദ്ദേഹം പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ വന്നപ്പോൾ കുറച്ചുകൂടെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടി, ഇടം കിട്ടി, കിട്ടിയിട്ടുണ്ട്. അല്ല, പക്ഷെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള കഴിവ് എന്തായാലും സന്ദീപ് വാര്യറിനുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ ബി.ജെ.പിയിൽ മറ്റൊരു നേതാവുമായി മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യറും തമ്മിൽ മത്സരിച്ചാൽ സന്ദീപ് വാര്യർ മൂന്നാമത് പോകുക തന്നെ ചെയ്യും. പക്ഷെ സുരേന്ദ്രനുമായി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിലെ കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം, ഇത്രയധികം വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റക്കെട്ടായി തന്നെ
ഈ സുരേന്ദ്രനെ തോൽപ്പിക്കാനായി അവർ രംഗത്ത് വരും. അത് നാം ഇപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കും. ഇന്ത്യ മുന്നണി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് സുരേന്ദ്രൻ തോക്കുന്നത്? അതെ, അവിടെ ഇന്ത്യ മുന്നണി പരസ്യമായുണ്ട്. അതെ, അവിടെ ഇന്ത്യ മുന്നണിയിൽ SDP അടക്കമുള്ളവരുണ്ട്. കേന്ദ്രത്തിൽ ഇപ്പോൾ മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലഡു വിതരണത്തിനും കൊടി പിടിക്കാനും SDP-ക്കാർ ഇറങ്ങുമെങ്കിലും മുന്നണിക്കുള്ളിലില്ല. പക്ഷെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ തോൽപ്പിക്കാനായി ഇന്ത്യ മുന്നണിയിൽ SDP അടക്കമുള്ള സഖ്യകക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതും എന്തായാലും ആദ്യ സംഭവമല്ല. ആ മുന്നണി തന്നെയായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുക. പക്ഷെ എന്തായാലും ഇദ്ദേഹം കാണിച്ചൊരു മണ്ടത്തരം, BJP ഒരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് അപ്പുറത്തൊരു ജൂനിയർ നേതാവ് വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ് തൃശ്ശൂരിലെത്തി വാർത്താ സമ്മേളനം നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കാം. ഇദ്ദേഹം 5 വർഷക്കാലത്തോളം സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു മനുഷ്യനാണ് ഇത്തരം മണ്ടത്തനങ്ങളിൽ പോയി വീഴുന്നതും. അത് സന്ദീപ് വാര്യർ എതിരാളികളുടെ ചതി മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ അദ്ദേഹം പെട്ടുപോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ല, അത് സന്ദീപ്, ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ദീപ് വാര്യർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുഴിച്ച വാരിക്കുഴിയിൽ സുരേന്ദ്രൻ വീണിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ തൃശ്ശൂർ മണ്ഡലം എന്തായാലും BJP-ക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് BJP നോക്കാനുള്ളത്. ഇപ്പോൾ അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ അവിടെ മത്സരിച്ച് കഴിഞ്ഞതോടെ തോറ്റത് വെറും 1000 വോട്ടിനാണ്. 1000 വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് എന്തായാലും പത്മജ. അവർ അവിടെ മത്സരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ മറ്റൊരു ഘടകവുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഭൂരിപക്ഷം അവിടെ 10,000-ന് മുകളിലാണ്. അപ്പോൾ 1000 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ BJP-യിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടുള്ള ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയ വിജയം ഉണ്ടാകും. അത് BJP-ക്കാരുടെ വോട്ട് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയേക്കാൾ വലിയ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള വോട്ടുകൾ ഈ ഭാഗത്തേക്ക് വരും. പിന്നെ മുരളീധരൻ മത്സരിച്ച പോലെ ആയിരിക്കില്ല. കാരണം BJP-യുടെ സംഘടനാ സംവിധാനം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ രാഷ്ട്രീയമായും BJP-ക്ക് വലിയ മേൽക്കോയ്മയുള്ള വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവും തൃശ്ശൂർ നിയമസഭാ മണ്ഡലവും. നാം എന്തെല്ലാം പറഞ്ഞാൽ പത്മജ വേണുഗോപാലിന് അവിടെ ഒരു വ്യക്തിപരമായി തന്നെ ഒരു 5000-10,000 വോട്ടുകൾ കാണും. ആ വോട്ടുകളും അതോടൊപ്പം തന്നെ അത് കൃത്യമായി കോൺഗ്രസിന്റെ വോട്ടുകളാണ്. കോൺഗ്രസിന്റെ വോട്ടുകളും അതോടൊപ്പം തന്നെ BJP-യുടെ വോട്ടുകളും ചേർന്ന് വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് അവിടെ വിജയിക്കാൻ കഴിയും. അങ്ങനെ BJP-ക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള അവർ കൃത്യമായി തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അവസാനം നമുക്കറിയാം ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബിഷപ്പിനെ സന്ദർശിക്കാൻ, അവിടുത്തെ മേധാവിയെ, ക്രൈസ്തവ സഭയുടെ മേധാവിയെ സന്ദർശിക്കാനായി രാജി വന്നപ്പോൾ അന്ന് പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെല്ലാം പരിപാടികളുണ്ടോ, എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടോ അവർ കൃത്യമായി അവിടെ ഇടപെടുകയാണ്. അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ അവിടെ സജീവമാണ്. അങ്ങനെ സജീവമായിരിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു നേതാവിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം വാരിക്കുഴികൾ കുഴിച്ചു നിൽക്കുന്ന സന്ദീപ് വാര്യറിനെ പോലുള്ളവർ വാരിക്കുഴികളുമായി കാത്തിരിക്കുമ്പോൾ അതിൽ വീഴാതിരിക്കുക എന്നതാണ് ഒരു നേതാവിന്റെ ചുമതല. സുരേന്ദ്രൻ കാണിക്കണം, ചുമതല പാലിക്കുകയാണ്. അല്ലെങ്കിൽ ഇതും മറ്റൊരു പ്രശ്നത്തിലേക്ക് മാറും. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നമുണ്ടാക്കാൻ സന്ദീപ് വാര്യർ മൈക്കിന് മുന്നിൽ പ്രസംഗിച്ചാൽ മതി. ഇവിടെ മത്സരിക്കാൻ ആവശ്യം ഉന്നയിച്ചത് സുരേന്ദ്രനാണ്. ഇപ്പോൾ മത്സരിക്കുന്നതാണ് ആരാണ്? പത്മജയാണ്. അത് പത്മജ ആരാണ്? കോൺഗ്രസ് വിട്ടുവന്നത്. അത് പാർട്ടിക്കുള്ളിലും അണികളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ സന്ദീപ് വാര്യറിന് ഈ ഒറ്റ പരാമർശത്തിലൂടെ വലിയ രീതിയിൽ ഉപകാരപ്പെടും. ഇതെല്ലാം എന്തായാലും സുരേന്ദ്രൻ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ മുൻപ് നമ്മുടെ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നപ്പോൾ BJP-ക്ക് 1 സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു നിയമസഭയിൽ. സുരേന്ദ്രൻ വന്നപ്പോഴാണ് അത് പൂട്ടിക്കെട്ടിയത്. അത് വീണ്ടും തുറക്കാനാണ് രാജീവ് വന്നിരിക്കുന്നത്. ഇനി സുരേന്ദ്രൻ പുറത്തു നിന്ന് അത് പൂട്ടിക്കാതിരുന്നാൽ എന്തായാലും സുരേന്ദ്രനും കൊള്ളാം, പാർട്ടിക്കാർക്കും കൊള്ളാം, BJP-യുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും കൊള്ളാം.